ഫ്രണ്ട് ടെസ്റ്റ് ഡേറ്റിംഗ് ആപ്പ്. ടിൻഡർ എന്ന് പറഞ്ഞ ഡേറ്റിംഗ് ആപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ. ഡോണ്ട് മിസ് ദ എൻഡിങ്. ഞാൻ ടിൻഡറിന് പരിചയപ്പെട്ട ഒരാളുടെ കൂടെ ഡേറ്റിന് പോയപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ആണോന്ന് ടെക്സ്റ്റ് ചെയ്തത് ഞാൻ കാണിച്ചിരുന്നു. ഇന്ന് ഞാൻ ആളുടെ ബോയ് ഫ്രണ്ട് ടെസ്റ്റുകൾ കുറച്ച് നടത്തുകയാണ്. ബോയ് ഫ്രണ്ട് ടെസ്റ്റാ? എന്തൊക്കെ വരും അതില്? ബിക്കോസ് ഹി ആസ്ക്ഡ് മീ അഗൈൻ. ഫസ്റ്റ് ഫീഡിംഗ് ടെസ്റ്റ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ആളുടെ കൈ കൊണ്ട് തന്നെയാണ് എന്നെ ഫീഡ് ചെയ്തത്. അടുത്ത റോഡിൽ കൂടെ നടക്കുമ്പോൾ ആളുടെ കെയറിംഗ് ആയിരുന്നു. ആൾ അതും പാസ്സായി. ഇനിയിപ്പം റോഡിൽ കൂടെ അല്ല, ഇപ്പൊ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ കൂടെ നടക്കേണ്ടി വന്നാൽ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്യും നീ മോളെ? ആ റോഡ് ടെസ്റ്റും പാസ്സായി. അടുത്ത ഈഗോ ടെസ്റ്റ് ആണേ. ആൻഡ് അത് എന്റെ ഈഗോ ടെസ്റ്റ് ആണ്. ഓഫ് കോഴ്സ് ഹി ഈസ് എ മാൻ വിത്ത് സീറോ ഈഗോ. നിന്റെ ചെരുപ്പിട്ട് തന്നത് ഈഗോ അല്ല എന്നാണ് അവള് പറയുന്നത്. അവളുടെ ചിന്താഗതി. അവളെന്ന് വിളിക്കുമ്പോ എനിക്കെതിരെ കേസ് വരുമോ? മകളുടെ ചിന്താഗതി. ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ഞാൻ എത്ര നേരം ആളെന്റെ കൈ വിട്ടിരിക്കുന്നതാണ് ആ ടെസ്റ്റിന്റെ പേര്. കൈ ഇടയ്ക്കൊക്കെ അവനൊന്ന് വിടാനുള്ള ഒരു അവസരം കൊടുക്കണേ, എന്നാലേ അവനൊന്ന് വിടാനുള്ള ഒരു അവസരം കിട്ടൂ. പാട്ട് ഹാൻഡ് ഹോൾഡിംഗ് ഗ്യാപ്പ് ടെസ്റ്റ് എന്നാണ്. ഞാൻ മനഃപൂർവ്വം ആളുടെ കൈ വിട്ട് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ആള് വിത്തിൻ സെക്കൻഡ്സ് തന്നെ എന്റെ കൈ ഹോൾഡ് ചെയ്തു. ആ ടെസ്റ്റും ആൾ അങ്ങനെ പാസ്സായി. എല്ലാ ടെസ്റ്റുകളും പാസ്സായി. 10ൽ 9.5 വെച്ചിട്ടാണ് ഇടുന്നത്. എന്നാ 10ൽ 10 ഇടാത്ത എന്ത് മോളെ നീ? അടുത്തത് എലിവേറ്റർ ടെസ്റ്റ് ആണ്. ആളെ എത്രത്തോളം എലിവേറ്ററിൽ നടക്കുമ്പോ കെയർ ചെയ്യുന്നതാണ്. ആളെ എലിവേറ്ററിൽ കയറുമ്പോ എന്തിനാ മോളെ കെയർ ചെയ്യുന്ന? നിനക്ക് തന്നെ നോക്കി കയറിയാ പോരെ? അവൻ സ്റ്റെപ്പ് ഇറങ്ങുമ്പോ അവൻ എങ്ങനെ കെയർ ചെയ്യുന്നു? നീ തിരിഞ്ഞു നിൽക്കുമ്പോ അവൻ എങ്ങനെ കെയർ ചെയ്യുന്നു? ഇതൊക്കെ നോക്കേണ്ടി വരുമല്ലോ. അപ്പം എന്റെ കൈ പിടിച്ചിട്ട് എന്റെ ഫ്രണ്ടിൽ നിർത്തി ആള് ഫുൾ ടൈം 2 കൈയും എന്റെ ചുറ്റും നിർത്തിയിട്ടാണ് എലിവേറ്ററിൽ ഫുള്ള് ക്യാരി ചെയ്തത്. അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് സൺലൈറ്റ് ടെസ്റ്റ് ആണ്. ആൾ എന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിക്കുമെന്നാണ്. അഫ്കോഴ്സ് ആളെന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിച്ചു. അടുത്ത സൂര്യൻ ഇനി അവളെ കാണുമ്പോ തിരിഞ്ഞു നിൽക്കണം. സൂര്യപ്രകാശം അവളുടെ ദേഹത്ത് അടിക്കാൻ പറ്റത്തില്ല. അവൻ വന്ന് നെഞ്ചു വിരിച്ചു നിൽക്കും. അങ്ങനെ വേണം പ്രണയം. കമാൺ. അടുത്ത എന്തുവാ? വിൻഡ് ടെസ്റ്റ് ആണ്. ആൾ എന്റെ ഹെയർ ഫ്ലൈ ചെയ്യുന്നത് നോട്ടീസ് ചെയ്യണമായിരുന്നു. അഫ്കോഴ്സ് ആൾ നോട്ടീസ് ചെയ്തിട്ട് അത് നല്ല ഒതുക്കി വെച്ചു. എന്നാ നോക്ക് എന്തായാലും തലയിൽ ഒതുക്കി വെക്കുന്ന രീതിയിലുള്ള റിബണൊക്കെ കെട്ടി വന്നാ പോരെ? പാമ്പിടിച്ച് ചെറുക്കാൻ. അപ്പൊ കടൽ തീരത്ത് പോയപ്പോ എന്തോ ചെയ്യും? കടൽക്കാറ്റടിക്കുമ്പോ എന്തോ ചെയ്യും? കടൽക്കാറ്റിനെ തിരിച്ചടിക്കുവോ? ഇത് നമ്മൾ രാവിലെ തൊട്ട് ഈ ആഫ്റ്റർനൂൺ വരെയുള്ളതാണ്. അടുത്ത പാർട്ടിൽ ആൾ എനിക്കൊരു സർപ്രൈസ് തരുന്നതുണ്ട്. ഓൾ ടുഗദർ ഇത് പാർട്ട് 2 പാർട്ട് 8 ചെല്ലണം. കുറച്ചും കൂടെ ഒക്കെ ടെസ്റ്റുകളുടെ എണ്ണം കൂടുമായിരിക്കും.